സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ദി സെക്കൻഡ് ടേം. സെക്കൻഡ് ടേമിൽ നമുക്ക് രണ്ട് ടോപ്പിക്കുകളാണ് മെയിൻലി ഫോക്കസ് ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് ടെസ്റ്റ് ഫോർ വാലിഡേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്, രണ്ടാമത്തത് ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ്. സോ ഫസ്റ്റത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഫസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഹൈപ്പോത്തിസിസ് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്, അതുപോലെ നമ്മളൊരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി വിൽ ലുക്ക് അറ്റ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് എ റിസർച്ച്. ഒരു റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പുകൾ വേണമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് യൂഷ്വലി വൈവാസിനും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോഴത്തേക്കും സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റനാണ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ കണ്ടക്ടിങ് എ റിസർച്ച്. അപ്പോൾ ബേസിക്കലി നമ്മൾ സ്റ്റെപ്പുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വേണം. ഓക്കെ, ആ ഒരു പ്രോബ്ലം വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതായിരിക്കും മോസ്റ്റ്ലി ഒരു റിസർച്ച് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ആർ ഡിഫൈനിങ് ദ റിസർച്ച് പ്രോബ്ലം. അതിനുശേഷം ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് ലിറ്ററേച്ചർ റിവ്യൂ. ലിറ്ററേച്ചർ റിവ്യൂ മീൻസ് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സ് പഠിക്കുന്നു, അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കൺക്ലൂഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നു നോക്കുന്നതാണ് ലിറ്ററേച്ചർ റിവ്യൂ. ആഫ്റ്റർ ദാറ്റ് വി ആർ ട്രൈങ് ടു ഫോർമുലേറ്റ് ദ ഹൈപ്പോത്തിസിസ്. ഓക്കെ, അതായത് നമ്മളൊരു റിസർച്ച് ക്ലെയിം പറയുവാണ്, ഈ സാധനം ഇങ്ങനെയാകാം അല്ലെങ്കിൽ ഈ സാധനം ഇങ്ങനെ ആകത്തില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് റിസർച്ചർ പറയുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിൽ പ്രിപ്പയർ ദ റിസർച്ച് ഡിസൈൻ. ഓക്കെ, റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് റിസർച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡിസൈൻ ലേ ഔട്ട് ഉണ്ടാക്കുക. ദെൻ വി വിൽ ഗോ ഫോർ ദ ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ഷൻ നമ്മൾ ഫീൽഡ് ലെവലിലോ അല്ലെങ്കിൽ ലാബ് ലെവലിലോ ഡേറ്റ കളക്ഷൻ നടത്തും. ദെൻ വിൽ ഗോ ഫോർ ദ ഡേറ്റ അനാലിസിസ് ആൻഡ് ഫൈനലി വിൽ ഗോ ഫോർ ദ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ട് റൈറ്റിംഗ്. സോ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി എ ക്ലെയിം വിച്ച് ഈസ് മെയ്ഡ് ബൈ ദ റിസർച്ചർ. ഓക്കെ, സോ this is the definition for working hypothesis. Working hypothesis is a direct statement of research idea. നമ്മുടെ റിസർച്ച് ഐഡിയ എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ വർക്കിംഗ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ പ്ലാന്റ് ബയോളജിസ്റ്റ് മേ തിങ്ക് ദാറ്റ് ദ പ്ലാന്റ് ഹൈറ്റ് മേ ബി എഫക്റ്റഡ് ബൈ അപ്ലൈങ് ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, പല ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഹൈറ്റ് കൂടും എന്ന് ഇപ്പോൾ സയൻറ്റിസ്റ്റുമാർ പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് ബേസിക്കലി വർക്കിംഗ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, സോ ദേ മൈറ്റ് സേ പ്ലാന്റ്സ് വിത്ത് ഡിഫറെൻറ്റ് ഫെർട്ടിലൈസേഴ്സ് വിൽ ഗ്രോ ടു ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. ഇതൊരു ക്ലെയിമാണ്, റിസർച്ചേഴ്സ് പറയുന്നൊരു ക്ലെയിമാണ്. സോ ദാറ്റ് ബിക്കംസ് എ ഹൈപ്പോത്തിസിസ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദിസ് യു ക്യാൻ മേക്ക് അതർ എക്സാമ്പിൾസ് ആസ് വെൽ ഇൻ യുവർ ഡേ ടു ഡേ ലൈഫ്. ഓക്കെ, സോ ഹൈപ്പോത്തിസിസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റാണ് ഫോൾസിഫിക്കേഷൻ പ്രിൻസിപ്പിൾ. ഫോൾസിഫിക്കേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കാൾ പോപ്പർ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ്. ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്റ്റിനെ സയൻറ്റിഫിക് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഏബിൾ ടു ബി ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ഫോൾസ്. അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫോൾസ് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, അതായത് ഇപ്പം ഓൾ സ്വാൻസ് ആർ വൈറ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്ലാക്ക് സ്വാനിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി എന്നാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ദെൻ ദാറ്റ് ക്യാൻ നോട്ട് ബി പ്രൂവ്ഡ് ആസ് സയൻറ്റിഫിക്കലി ട്രൂ. അതാണ് ഫോൾസിഫിക്കേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ദാറ്റ് ബ്രിങ്സ് അസ് ടു ടു ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഇപ്പം ഈ ഫോൾസിഫിക്കേഷൻ പ്രിൻസിപ്പിൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഹൈപ്പോത്തിസിസേ വരത്തുള്ളായിരുന്നു. സിൻസ് ദർ ഇസ് ഫോൾസിഫിക്കേഷൻ പ്രിൻസിപ്പിൾ വി വിൽ ടേക്ക് ടു ഹൈപ്പോത്തിസിസ്. വൺ ഇസ് നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ദി അതർ വൺ ഇസ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. അപ്പം ഈ എല്ലാവർക്കും വരുന്നൊരു സംശയം ഉണ്ടാകാം, നൾ ഹൈപ്പോത്തിസിസ് എങ്ങനെ എടുക്കണം, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എങ്ങനെ എടുക്കണം. യൂഷ്വലി നമ്മൾ ബൈ കൺവെൻഷൻ പറയുന്നത് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റും ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഒരു കേസ് എടുക്കണം, രണ്ട് പോപ്പുലേഷൻ്റെ മീൻസ് സെയിം ആണ് എന്ന് ഞാൻ പറയുവാണെങ്കിൽ മീൻസ് സെയിം ആണെന്നുള്ളത് എനിക്ക് നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുക്കാം, മീൻസ് സെയിം അല്ല എന്നുള്ളതും എനിക്ക് നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുക്കാം. സോ ഏത് നിങ്ങൾ നൾ ഹൈപ്പോത്തിസിസ് എടുത്താലും അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നിങ്ങൾ സെയിം ആണ് മീൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ മീൻ സെയിം അല്ല എന്നായിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ ആദ്യം എടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിൽ എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത് നള്ളെന്നും ഇന്നത് ഓൾട്ടർനേറ്റ് എന്ന് എടുക്കണം നമുക്കൊരു നിർബന്ധമില്ല. ഓക്കെ, കാരണം നോ എഫക്റ്റ് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, എഫക്റ്റ് ഉള്ളത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് തീരുമാനിക്കുന്നത് റിസർച്ചേഴ്സാണ്. ഫോർ എക്സാമ്പിൾ, നൾ ഹൈപ്പോത്തിസിസ് ഈസ് എർത്ത് ഈസ് ഫ്ലാറ്റ് ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ഈസ് എർത്ത് ഈസ് റൗണ്ട്. ഓക്കെ, സോ ലെറ്റ് us ട്രൈ മേക്കിംഗ് എ ഹൈപ്പോത്തിസിസ്. ഒരു റിസർച്ചർ പറയുന്നത് വെൻ എ സർട്ടൻ കെമിക്കൽ ഈസ് അപ്ലൈഡ് ട്വൈസ് എ വീക്ക് ആഫ്റ്റർ ഫ്ലവറിങ് ഓൺ എ ഫ്രൂട്ട് ട്രീ, ആവറേജ് ഫ്രൂട്ട് വെയ്റ്റ് ഫ്രം എ പ്ലാന്റ് ഈസ് 8 kg. ഓക്കെ, അതായത് നമ്മൾ മാക്സിമം കിട്ടാവുന്നത് 8 kg ആണ് ഒരു പർട്ടിക്കുലർ പ്ലാന്റിൽ നിന്നാണ് പറയുന്നത്.
സോ ഒന്നെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടാവുന്ന ആവറേജ് വെയിറ്റ് അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുന്നത് 8 ആകാം, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ലെസ് ദാൻ 8. ഓക്കെ, മ്യൂ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ദ പോപ്പുലേഷൻ മീൻ. സോ പോപ്പുലേഷൻ മീൻ ഒന്നെങ്കിൽ 8 ആവാം, അല്ലെങ്കിൽ പോപ്പുലേഷൻ മീൻ ഈക്വൽ ടു 8 ആവാം. ഓക്കെ, സോ അല്ലെങ്കിൽ ലെസ് ദാൻ 8 ആവാം. സോ null hypothesis is mu is equal to 8 and alternate hypothesis is mu is less than 8. സിമിലർലി ഇപ്പോൾ നമുക്ക് ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പെസ്റ്റിസൈഡിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സ്റ്റഡിങ് ദ എഫക്റ്റ് ഓഫ് എ കെമിക്കൽ ഓൺ എ പ്ലാന്റ് yield. This chemical is used as a pesticide. He wants to prove that this chemical has no effect on yield, but this chemical can be dangerous and may boost the yield. Okay, അപ്പോൾ നമ്മൾ null hypothesis പറയുന്നത് എന്തായിരിക്കും? The change in average yield before and after application of the chemical is 0. Okay, അതായത് mu is equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is null hypothesis, and mu is not equal to 0 എന്ന് പറഞ്ഞാൽ that is alternate hypothesis. So this is the hypothesis testing. Hypothesis testing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഓൾട്ടർനേറ്റീവ്സ് കിട്ടി. null hypothesis ഉണ്ട്, alternate hypothesis ഉണ്ട്. ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിനകത്ത് നമുക്ക് എപ്പോഴും ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റിജക്ഷൻ സോൺ ഉണ്ടാവും. ഈ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റിജക്റ്റൻസ് സോൺ വെച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. ഓക്കെ, വിൽ സ്റ്റഡി അബൌട്ട് വാട്ട് ഈസ് ദിസ് അക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ സോൺ. So for example we will do a problem. This is again testing the hypothesis. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോയിൻ തന്നിട്ടുണ്ട്. ആ കോയിൻ ബയാസ്ഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഫസ്റ്റ് വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി വിൽ പുട്ട് ഫോർവേഡ് ദ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? ദ കോയിൻ ഈസ് നോട്ട് ബയാസ്ഡ്. കോയിൻ ഈസ് നോട്ട് ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫെയിൽ ഓർ ടെയിൽ. സോ ബേസിക്കലി ലൈക്ക് പി ഈസ് ഈക്വൽ ടു 0.5 എന്ന് നമുക്ക് കൊടുക്കാം. ലൈക്ക് സോ വാട്ട് ഈസ് ദ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്? പി ഈസ് നോട്ട് ഈക്വൽ ടു 5. അപ്പോൾ നമ്മൾ 2 ഹൈപ്പോത്തസിസ് നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു റിസൾട്ട് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 10 തവണ കോയിൻ ടോസ് ചെയ്ത് നോക്കി. 10 തവണ കോയിൻ ടോസ് ചെയ്തപ്പോഴത്തേക്കും 8 തവണയും നമുക്ക് കിട്ടിയത് എന്താ? ഹെഡാണ്. ഓക്കെ, സോ 8 തവണയും ഹെഡായത് കിട്ടിയതുകൊണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇറ്റ് ഈസ് എ ബയാസ്ഡ് കോയിൻ. ഓക്കെ, ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിങ്ങിന് മുമ്പേ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ്. ഓക്കെ, ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് അല്ല, നമ്മൾ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തതിൻ്റെ ബേസിസിൽ നമ്മൾ ചുമ്മാ പറയുന്നൊരു ഔട്ട്കമാണ്. ബട്ട് വിൽ സീ ഹൗ ഇറ്റ് ബിക്കംസ് ആഫ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് വൺസ് വി ലേൺ ദ ടെസ്റ്റ്. ഓക്കെ, സോ ദിസ് ഈസ് എ excerpt which is taken from a book, Statistics from A to Z, Confusing Concepts Clarified. ഓക്കെ, സോ ഒരാൾ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. വിൽ യു മാരി മീ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെൺകുട്ടി പറയുന്നത് എന്താ? ഐ റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, സോ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നൾ ഹൈപ്പോത്തസിസ് വിൽ ബി ദാറ്റ് ഷീ വിൽ മാരി ഹിം ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് വിൽ ബി ഷീ വിൽ നോട്ട് മാരി ഹിം. ഓക്കെ, സോ നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ താല്പര്യമില്ല, പൊക്കോളനാണ് പറയുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദ കൺസെപ്റ്റ് ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് മെയിൻലി 4 സ്റ്റാറ്റിസ്റ്റിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. വൺ ഈസ് ഇസഡ് സ്റ്റാറ്റിസ്റ്റിക്, ടി സ്റ്റാറ്റിസ്റ്റിക്, കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് എഫ് സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, ഇതെല്ലാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഓരോ ടൈപ്പ് സ്റ്റാറ്റിസ്റ്റിക്കുകളാണ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ ആ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇസഡ് വാല്യൂ അല്ലെങ്കിൽ ടി വാല്യൂ അല്ലെങ്കിൽ കൈ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ എഫ് വാല്യൂ. ഓക്കെ, സോ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് എനി ക്വാണ്ടിറ്റി വിച്ച് ഈസ് കമ്പ്യൂട്ടഡ് ഫ്രം ദ വാല്യൂസ് ഇൻ ദ സാമ്പിൾ. നമുക്ക് തന്നിരിക്കുന്ന സാമ്പിളിനകത്തുള്ള വാല്യൂസിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഓർ വി ക്യാൻ ഓൾസോ സേ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ വാല്യൂസ് ബേസ്ഡ് ഓൺ വിച്ച് ഡിസിഷൻ ഈസ് മെയ്ഡ്. നമ്മുടെ എല്ലാ വാല്യൂസും വെച്ചിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസ് എടുക്കണോ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എടുക്കണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിനകത്ത് വരുന്നൊരു കൺസെപ്റ്റാണ് എറേഴ്സ്. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് 2 ടൈപ്പ് ഓഫ് എറേഴ്സ് ഉണ്ടാവാറുണ്ട് യൂഷ്വലി റിസർച്ചിനകത്ത്. വൺ ഈസ് കോൾഡ് ആസ് ടൈപ്പ് 1 എറർ ആൻഡ് നമ്പർ 2 ഈസ് കോൾഡ് ആസ് ടൈപ്പ് 2 എറർ. ഓക്കെ, സോ ഇതെന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം, അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വരാം. സോ സോ സപ്പോസ് വി ഹാവ് 2 കേസസ്. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, വിൽ സീ വിത്ത് ദിസ്. ഓക്കെ, സോ
ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പറയാം ദിസ് ഇസ് ദ റിയാലിറ്റി. ഓക്കെ, ദിസ് ഇസ് ദ റിയാലിറ്റി, പക്ഷേ ദിസ് ഇസ് ദ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, റിയാലിറ്റിയിൽ H0 ആണ് ട്രൂ, നൾ ഹൈപ്പോത്തസിസ് ആണ് ട്രൂ. ഓക്കെ, പക്ഷേ നമ്മൾ ടെസ്റ്റ് വാല്യൂ എടുത്ത് വന്നപ്പോഴത്തേക്കും എച്ച് വാല്യൂ ഈസ് ട്രൂ എന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ കറക്റ്റ് ഡിസിഷൻ. ഓക്കെ, റിയൽ ആയിട്ടുള്ള സാധനം നമുക്ക് റിയൽ ആയിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കറക്റ്റ് ഡിസിഷൻ. പക്ഷേ നമ്മുടെ റിയാലിറ്റിയിൽ H0 ആണ് ട്രൂ, പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും H0 ഫോൾസ് ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് കോൾഡ് ആസ് ടൈപ്പ് 1 എറർ. ഓക്കെ, അതായത് H0 ശരിയാണ് ഇൻ ഫാക്റ്റ്, പക്ഷേ H0 ഈസ് നോട്ട് ട്രൂ ഇൻ എക്സ്പെരിമെൻറ്റ്. അതാണെങ്കിൽ നമ്മളതിനെ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ H0 ഫോൾസ് ആണ് റിയാലിറ്റിയിൽ, പക്ഷേ നമ്മൾ ചെയ്ത് വന്നപ്പോഴും H0 ഫോൾസ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് കറക്റ്റ് ഡിസിഷൻ. പക്ഷേ H0 ഫോൾസ് ആണ് റിയാലിറ്റിയിൽ, പക്ഷേ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് വന്നപ്പം H0 ട്രൂ ആണെന്ന് കിട്ടി. ഓക്കെ, H0 ഫോൾസ് ആയിട്ടുള്ളൊരു സാധനം ശരിയാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അതിനെയാണ് നമ്മൾ ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് എറേഴ്സ്. വൺ ഇസ് ടൈപ്പ് 1 എറർ ആൻഡ് ദി അതർ വൺ ഇസ് ടൈപ്പ് 2 എറർ. ഓക്കെ, ഇത് രണ്ടും റിസർച്ചിൽ നമ്മൾ എപ്പോഴും ഒക്കർ ചെയ്യുന്ന 2 എറേഴ്സാണ്. ബട്ട് മോസ്റ്റ്ലി ടൈപ്പ് 2 എറർ ഇസ് മോർ ഡേഞ്ചറസ് ആസ് കമ്പയർഡ് ടു ടൈപ്പ് 1 എറർ. എന്തുകൊണ്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ആക്ച്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ റിയാലിറ്റി ആൻഡ് ദിസ് ഇസ് ദ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, റിയാലിറ്റിയിൽ H0 ആണ് കറക്റ്റ്, പക്ഷേ എക്സ്പെരിമെൻറ്റിലും H0 കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് ട്രൂ നെഗറ്റീവ് നമ്മളതിനെ പറയുന്നു. ഓക്കെ, പക്ഷേ H0 ആയിരുന്നു ആക്ച്വലി കറക്റ്റ്, പക്ഷേ നമുക്ക് കിട്ടിയത് എന്താ? H0 തെറ്റാണെന്ന് കിട്ടി, അല്ലെങ്കിൽ H1 കറക്റ്റ് ആണെന്ന് കിട്ടി. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഫോൾസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എറർ ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ ആൽഫ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ബേസിക്കലി ലൈക്ക് സം ഓഫ് ദ ടെക്സ്റ്റ് ബുക്സ് റെഫർ ഇറ്റ് ഇൻ ഡിഫറെൻറ്റ് വേ. ആൽഫയും ബീറ്റ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടാറുണ്ട്. സോ ലൈക്ക് യു ക്യാൻ കീപ്പ് ഇറ്റ് ആസ് ആൽഫ ആൻഡ് ബീറ്റ ഫോർ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ. ഓക്കെ, സോ ഫോൾസ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ, ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H0 ആണ് നമുക്ക് കിട്ടിയ സാധനം. ഓക്കെ, പക്ഷേ ആക്ച്വലി H1 ആയിരുന്നു കറക്റ്റ് ആവേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ഫോൾസ് നെഗറ്റീവ് എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ടൈപ്പ് 2 എറർ. ഓക്കെ, സോ രണ്ട് സാധനങ്ങളും ഇച്ചിരി കോൺട്രാസ്റ്റിംഗ് ആയിട്ടാണ് കിടക്കുന്നത്. ലൈക്ക് രണ്ടും രണ്ട് രീതിയിലാണ് പറയുന്നത്. സോ ഫിക്സ് ഓൺ ടു 1, ദിസ് ഈസ് ബെറ്റർ. ഓക്കെ, സോ coming to another term which is called as level of significance. Level of significance എന്ന് പറഞ്ഞാൽ it is the probability of rejecting the null hypothesis when it is true. ഓക്കെ, അത് തന്നെയായിരുന്നു നമ്മുടെ ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. അതായത് നൾ ഹൈപ്പോത്തസിസ് ശരിയാണ്, പക്ഷേ ശരിയായിട്ടുള്ളൊരു സാധനം ശരിയല്ല എന്ന് നമുക്ക് റിസൾട്ട് വഴി കിട്ടുന്നു. ഓക്കെ, സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ? ഓക്കെ, ടൈപ്പ് 1 എററിൻ്റെ പോസിബിലിറ്റി എത്ര? അതാണ് നമ്മുടെ ആൽഫ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, സോ നമ്മളൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് നമുക്ക് ആ ഒരു വളരെ കുറച്ച് ഫ്രാക്ഷൻ മാത്രമേ നമുക്ക് എപ്പോഴും എന്ത് കിട്ടത്തുള്ളൂ? ഈ പറയുന്ന എറർ കിട്ടത്തുള്ളൂ, ടൈപ്പ് 1 എറർ കിട്ടത്തുള്ളൂ. സോ ദാറ്റ് ഈസ് കമ്മിങ് ടു ദിസ് പെർട്ടിക്കുലർ സൈഡ്. ഒരു എക്സ്ട്രീം എൻഡിലായിരിക്കും അത് വരുന്നത്. സോ ഈ എക്സ്ട്രീം എൻഡിൽ നമ്മളിവിടെ ഒരു ആൽഫ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഈ ആൽഫ എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി വിൽ ടേക്ക് ഇറ്റ്, ഇറ്റ്സ് ആക്ച്വലി ആൻ ഇസഡ് വാല്യൂ. ഓക്കെ, ഒരു ഇസഡ് വാല്യൂ തന്നെയായിരിക്കും ഈ പറയുന്ന ആൽഫ എന്ന് പറയുന്നത്. സോ ആ ഒരു ലെവലിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള വാല്യൂസ് എല്ലാം നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേസമയം നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു 95% അല്ലെങ്കിൽ 99% വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യാറ്. ഓക്കെ, ദെൻ ഇൻ ദ കേസ് ഓഫ് ടു ടെയിൽ ടെസ്റ്റ്. ടു ടെയിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ ആ രണ്ട് മീൻസ് ഈക്വൽ ആവാം, അല്ലെങ്കിൽ രണ്ട് മീൻസ് ഈക്വൽ ആവാതിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിലാണെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാനും വരാം, ലെസ് ദാനും വരാം. സോ ബേസിക്കലി വി ഹാവ് 2 ends ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷന് അങ്ങേ സൈഡോ ഇങ്ങേ സൈഡോ വരാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് 2 റിജക്ഷൻ ഏരിയാസ് വരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ആൽഫ ബൈ 2, ആൽഫ ബൈ 2. അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലോട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. വി വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ ദി കമ്മിങ് സ്ലൈഡ്സ്. So we have another concept which is called as power of a test. Power of a test എന്ന് പറയുന്നത് നമുക്ക് power of a test എന്ന് പറഞ്ഞാൽ 1 - ബീറ്റയാണ്, where beta is called as the
പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. ഓക്കെ, ടൈപ്പ് 2 എററിൻ്റെ പ്രോബബിലിറ്റിക്കാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. ആൻഡ് 1 - ബീറ്റ ഈസ് കോൾഡ് എസ് പവർ ഓഫ് ടെസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 2 എറർ എന്താണെന്ന് 1-2 എക്സാമ്പിൾസ് വെച്ചിട്ടൊന്ന് മനസ്സിലാക്കാം. സോ സപ്പോസ് എ മെഡിക്കൽ റിസർച്ചർ വാണ്ട്സ് ടു കമ്പയർ ദ എഫക്റ്റീവ്നെസ് ഓഫ് 2 മെഡിക്കേഷൻസ്. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും എഫക്റ്റ് സെയിം ആണ്. ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ എഫക്റ്റ് ഡിഫറൻ്റ് ആണ്. സോ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടൈപ്പ് 1 എറർ occurs if the researcher rejects the null hypothesis and concludes that 2 medications are different in fact when they are not. ഓക്കെ, മെഡിസിൻസ് തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല, പക്ഷേ അയാൾ പറയുന്നു മെഡിസിൻസൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, റിയാലിറ്റിയിലില്ല പക്ഷേ എക്സ്പെരിമെൻറ്റിലുണ്ട് എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ടൈപ്പ് 1 എറർ. പക്ഷേ അതിന് കാര്യമായിട്ടൊരു പ്രശ്നം വരുന്നില്ല. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ ഒരു കേസ് പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കേസ് പറയുന്നത് the researcher concludes that the medications are the same when in fact they are different. പല മെഡിസിൻസ് ആണ്, പക്ഷേ ഇയാൾ പറയുവാണ് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല, അത് സെയിം ആണെന്ന് പറയുന്നു. ഓക്കെ, സെയിം ആയിട്ടുള്ള സാധനം ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊക്കെ വരാം. സോ ടൈപ്പ് 2 ഈസ് മോർ ഡേഞ്ചറസ്. ഓക്കെ, സിമിലർലി എ പേഷ്യൻറ്റ് ഹാസ് നോ ക്യാൻസർ ആൻഡ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ഈസ് എ പേഷ്യൻസ് ഹാസ് ക്യാൻസർ. ഇപ്പോൾ ക്യാൻസർ ഉള്ള ഒരാളെ ക്യാൻസർ ഇല്ല എന്ന് പറയുന്നതും ക്യാൻസർ ഇല്ലാത്ത ഒരാളെ ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നത്, ഇതാണ് 2 പോസിബിലിറ്റീസ് വരുന്നത്. സോ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ഹാസ് ക്യാൻസർ ആക്ച്വലി വെൻ ഇറ്റ് ഈസ് ഹെൽത്തി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ മച്ച് സീരിയസ് ഇഷ്യൂ. പക്ഷേ ക്യാൻസർ ഉള്ള ഒരാൾക്ക് ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് മുടങ്ങും. ഓക്കെ, അതിൻ്റെ മോർട്ടാലിറ്റി കേസസ് ഒക്കെ ഉണ്ടാവാം. സോ ദാറ്റ് ഈസ് ബേസിക്കലി അവർ ടൈപ്പ് 2 എറർ. ഓക്കെ, സോ ഇതാണ് ഒരു ടൈപ്പ് 1 ടൈപ്പ് 2 എററിൻ്റെ മറ്റൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ദെൻ ഇതാണ് ഏറ്റവും ക്ലാസിക് എക്സാമ്പിളായിട്ട് നമുക്ക് ടൈപ്പ് 1 ടൈപ്പ് 2 എറർസ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹീ ഈസ് ഇന്നസെൻറ്റ് ആൻഡ് ഹീ ഷുഡ് ബി ഹാങ്ഡ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നസെൻറ്റ് മസ്റ്റ് ബി ഹാങ്ഡ്. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ മസ്റ്റ് ബി സെറ്റ് ഫ്രീ. അപ്പോൾ ഈ 2 എറേഴ്സും സത്യത്തിൽ നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂഷ്യലാണ്. ഓക്കെ, സോ ഈ ഒരു 3 എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ നോക്കുക. വാട്ട് ഈസ് നൾ ഹൈപ്പോത്തസിസ് ആൻഡ് വാട്ട് ഈസ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്പ് 1 എറേഴ്സ് ആൻഡ് വാട്ട് ആർ ദ ടൈപ്പ് 2 എറേഴ്സ്. ഓക്കെ, so we are moving on to the next concept, which is region of acceptance and rejection. Okay, region of acceptance and rejection ലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ we are discussing it in terms of normal distribution. Okay, so normal distributionനകത്ത് നമ്മൾ പറയുവാണ് the possibility of having an error is 0.05. ഓക്കെ, ആൽഫ വാല്യൂ ഈസ് 0.05, ദാറ്റ് മീൻസ് ഇറ്റ്സ് 5% എന്ന് പറയുവാണെങ്കിൽ ദ എൻറ്റയർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ബേസിക്കലി ഡിനോട്ടിങ് 100% ഓഫ് ദ ഡേറ്റ. ഓക്കെ, സോ 5% അത് ഏത് സൈഡിലാണെന്നുള്ളത് നമുക്ക് മെൻഷൻഡ് ആയിരിക്കും. ഓക്കെ, സോ 5% സപ്പോസ് ഇറ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. സോ ഇവിടെ നമ്മൾ ആ 5% വാല്യൂസ് വരുന്ന പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. സോ വൺസ് നമ്മൾ ആ 5% പോയിൻറ്റ്സ് വരുന്ന ആ ഒരു വാല്യൂ മാർക്ക് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ ആ ഒരു വാല്യൂ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ഇങ്ങോട്ടുള്ള സാധനം മൊത്തം നമുക്ക് റിജക്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പുറത്തെ സ്ഥാനത്തോട്ട് വരുന്ന ആ ഒരു പച്ച ഏരിയ കാണാമല്ലോ, ഈ പച്ച ഏരിയയാണ് നമ്മുടെ അക്സെപ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സൈസ് ഓഫ് റീജിയൻ ഓഫ് റിജക്ഷൻ ഈസ് ഈക്വൽ ടു ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ദറ്റ് ഇസ് ആൽഫ, ആൻഡ് സൈസ് ഓഫ് റീജിയൻ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1 - ആൽഫ. കാരണം നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. സോ ഈ ഒരു സൈഡിലാണ് നമ്മുടെ റിജക്ഷൻ വരുന്നത്. സോ ദാറ്റ് പ്രോബബിലിറ്റി ഈസ് ആൽഫ ആൻഡ് ദ റിമൈനിങ് പ്രോബബിലിറ്റി ഈസ് 1 - ആൽഫ. ഓക്കെ, സോ ഈ ഒരു വാല്യൂ, ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. സോ ദ റീജിയൻ ഓഫ് റിജക്ഷൻ ഇസ് ഓൾസോ കോൾഡ് ആസ് ദ ക്രിട്ടിക്കൽ റീജിയൻ. ഓക്കെ, ആൻഡ് ദ വാല്യൂ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക് എബോവ് വിച്ച് വി ആർ റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ്. ഓക്കെ, അതായത് ഇതിൻ്റെ മേളിലോട്ട് പോയി കഴിയുമ്പോൾ, ഈ ഒരു സാധനത്തിൻ്റെ മേളിലോട്ട് പോയി കഴിയുമ്പോഴാണ് വാല്യൂ പോയി കഴിയുമ്പോഴാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. സോ ദിസ് പെർട്ടിക്കുലർ വാല്യൂ ഈസ് കോൾഡ് ആസ് ദ ക്രിട്ടിക്കൽ വാല്യൂ. ഓക്കെ, സോ അതായത് നമുക്കിപ്പം ആൽഫ എന്ന് പറയുന്ന ഒരു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇസഡ് ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ, ബിക്കോസ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് നമ്മൾ ഇസഡിനെ പറ്റിയാണ് പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഇഫ് വി ഹാവ് സെറ്റ് എ വാല്യൂ ഓഫ് ആൽഫ, ആ ഒരു ആൽഫ വാല്യൂവിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇസഡ്, അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്സ്, ബട്ട് വിൽ അണ്ടർസ്റ്റാൻഡ് അനദർ ടേം വിച്ച് ഇസ് കോൾഡ് എസ് ടെയിൽസ് ഓഫ് എ ടെസ്റ്റ്. സോ ബേസിക്കലി നമുക്ക് 2 ടൈപ്പ് ഓഫ് ടെയിൽസ് ഉണ്ട്. വൺ ഇസ് കോൾഡ് എസ് എ 2-tailed ടെസ്റ്റ് ആൻഡ് അതർ വൺ ഇസ് കോൾഡ് എസ് 1-tailed ടെസ്റ്റ്. 2-tailed ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീജിയൻ ഓഫ് റിജക്ഷൻ എന്ന് പറയുന്നത് 2 സൈഡിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. കാരണം ഒരു
ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ടു ടൈൽ ടെസ്റ്റാണ്. അതായത് ഇപ്പം വി ആർ സേയിങ് മ്യൂ ഇസ് ഈക്വൽ ടു 8 വരാം, മ്യൂ നോട്ട് ഈക്വൽ ടു 8 വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മ്യൂ നോട്ട് ഈക്വൽ ടു 8 എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് രണ്ടായിട്ട് പറയാം. ഐദർ ഇറ്റ് ക്യാൻ ബി മ്യൂ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ 8 വരാം, അല്ലെങ്കിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 8 വരാമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നതാണ് നമ്മൾ ഈ രണ്ട് സൈഡിലും പ്രൊജക്ഷൻ ഏരിയ ഉള്ളതായിട്ട് പറയുന്നത്. പക്ഷേ വൺ ടെയിൽ ടെസ്റ്റിനകത്ത് എന്താ, വൺ ടെയിൽ ടെസ്റ്റിനകത്ത് നമുക്ക് ബേസിക്കലി ഈ ഒരൊറ്റ കേസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് ഇപ്പോൾ ഇവിടെ റൈറ്റ് ടെയിൽഡാണ്. റൈറ്റ് ടെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വാല്യൂവിൻ്റെ മേളിൽ വരാം, അല്ലെങ്കിൽ അതിൻ്റെ താഴെ വരാം. സോ അത് വെച്ചിട്ട് നമുക്ക് എന്താ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ദീസ് ആർ ദ ടെയിൽസ് ഓഫ് ടെസ്റ്റ്. സോ ദിസ് ഇസ് ദ സെയിം തിങ്. സോ ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റ് ആണെങ്കിൽ നമ്മുടെ റീജിയൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. ടു ടെയിൽ ടെസ്റ്റ് ആണെങ്കിൽ നമ്മുടെ റീജിയൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ആയിരിക്കും. വൺ ടെയിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റീജിയൻ ഓഫ് പ്രൊജക്ഷൻ വിൽ ബി ഇൻ ദ റൈറ്റ് സൈഡ്. ഇതാണ് ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ്. സോ ടു ടെയിൽ ടെസ്റ്റിനകത്ത് തന്നെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസും നൾ ഹൈപ്പോത്തസിസും. മീൻ ഈക്വൽ ആവുന്നതാണ് നമ്മുടെ എന്താ ടു ടെയിൽ ടെസ്റ്റ്, മീൻ ഈക്വൽ അല്ലാതിരിക്കുന്നത്. ആൻഡ് മറ്റേതിനകത്ത് വരുന്നത് വൺ ടെയിൽ ടെസ്റ്റിനകത്ത് വരുന്നത് മ്യൂ ഈക്വലും മ്യൂ ഗ്രേറ്ററും വരുന്നതാണെങ്കിൽ റൈറ്റ് ടെയിൽ, മ്യൂ ഈക്വലും മ്യൂ ലെസ്സും വരുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് ലെഫ്റ്റ് ടെയിൽ ടെസ്റ്റ്. ഓക്കെ, ഈ ഒരു 3 ടെസ്റ്റുകൾ എങ്ങനെയാണ് എഴുതുന്നതെന്നുള്ളത് നോക്കുക, അതിൻ്റെ ഫോർമാറ്റും നോക്കുക, ആസ് വെൽ ആസ് അതിൻ്റെ അക്സെപ്റ്റൻസ് റീജിയനും റിജക്ഷൻ റീജിയനും ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ സെയിം തിങ്. ദെൻ നമുക്ക് ആൽഫ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കിട്ടി. ആൽഫ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, സോ വൺസ് വി ഗെറ്റ് ദാറ്റ് ആൽഫ വാല്യൂ, നെക്സ്റ്റ് തിങ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഇസ് ദ കോൺഫിഡൻസ് ഇൻ്റർവെൽ. അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ ഫോർമുലയാണ് ഈ കൊടുത്തേക്കുന്നത്. CI is equal to 100 into 1 minus alpha. ഓക്കെ, അതായത് സപ്പോസ് നമുക്ക് ഈ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ 5% നമുക്ക് എറർ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 5% ഡേറ്റ നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് 5% ഡേറ്റ നമ്മൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് റിമൈനിങ് 95%. അപ്പോൾ 95% കോൺഫിഡൻസോട് കൂടിയായിരിക്കും നമ്മൾ ഡേറ്റേനെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, 95% കോൺഫിഡൻസ് നമ്മൾ ഡേറ്റ റിപ്പോർട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് കോൺഫിഡൻസ് ഇൻ്റർവെൽ. കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കോൺഫിഡൻസോട് കൂടി നമുക്ക് ഡേറ്റ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇഫ് യു ഹാവ് ആൽഫ ആസ് 0.01, ആൽഫ 0.01 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ബേസിക്കലി 1%. റൈറ്റ്, 1% എന്ന് പറഞ്ഞാൽ 1/100, ദാറ്റ് ഇസ് 0.01. ഓക്കെ, സോ ആൽഫ 0.01 ആണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 99% ആയിരിക്കും. കാരണം 1 മൈനസ് ആൽഫ ഇൻറ്റു 100, സോ 1 മൈനസ് 0.01 ഇൻറ്റു 100. ദെൻ ഇഫ് വി ഹാവ് ആൽഫ ഇസ് ഈക്വൽ ടു 0.5 ആണ് ആൽഫ വാല്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഇൻ്റർവെൽ എത്രയായിരിക്കും? ഇവിടെ കോൺഫിഡൻസ് വാല്യൂ എന്ന് പറയുന്നത് 95% ആയിരിക്കും. ഇഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0.05. ഓക്കെ, ദെൻ 0.1 എന്നെടുക്കുവാണെങ്കിൽ ദെൻ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഇസ് ഗോയിങ് ടു ബി 90%. ഓക്കെ, സോ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഇസ് ഗോയിങ് ടു ബി 90%. സോ ഇതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് വരുന്നത്. ആൽഫ വാല്യൂസിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ മാർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, so this is all about this class. Remaining we'll discuss in the next class.